ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നടിഞ്ഞ ഗസ തുരുത്തിലെ മത്സ്യത്തൊഴിലാളികൾ ഇന്ന് അതിജീവനത്തിന്റെ വഴിയിലാണ്. തുടർച്ചയായ ബോംബിംഗിൽ മത്സ്യബന്ധന ബോട്ടുകളും വലകളുമെല്ലാം തകർന്നതോടെ മീൻപിടുത്തത്തിന് പുതുവഴികൾ തേടുകയാണിവർ. ഗസ തുറമുഖത്തു നിന്നുള്ള പുതിയ കാഴ്ചയാണിത്. ഒറ്റനോട്ടത്തിൽ സ്റ്റാൻഡപ്പ് പാഡിൽ കയാക്കിംഗ് ആണെന്ന് തോന്നുന്നു. തകർന്നടിഞ്ഞ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെടുത്ത റെഫ്രിജറേറ്ററിന്റെ വാതിൽ തോണിയാക്കി മീൻ പിടിക്കുകയാണ് ഗസയിലെ മത്സ്യത്തൊഴിലാളികൾ. അല്ലെങ്കിലും വൈദ്യുതിയില്ലാത്ത തുരുത്തിൽ പിന്നെന്തിനാണ് റെഫ്രിജറേറ്റർ? 15 മാസത്തെ ബോംബാക്രമണത്തിൽ തീരത്തെ ബോട്ടുകളും വലകളുമെല്ലാം ഇസ്രയേൽ നശിപ്പിച്ചെങ്കിലും അതിജീവനത്തിന്റെ കരുത്തായ ഗസക്കാർക്കിപ്പോൾ കയ്യിൽ കിട്ടിയതെല്ലാം നിലനിൽപ്പിനുള്ള ആയുധമാണ്. വലകൾക്ക് പകരം ഇരുമ്പ് കഷ്ണങ്ങളും പ്ലാസ്റ്റിക് വയറുകളും കൊണ്ടുള്ള കൂടുപയോഗിച്ചാണ് മീൻപിടുത്തം. തുരുത്തിലെ മനുഷ്യരുടെ പ്രധാന വരുമാന മാർഗമായിരുന്ന മത്സ്യബന്ധനത്തെ കൂടിയാണ് യുദ്ധം തകർത്തെറിഞ്ഞത്. തീരത്തുനിന്ന് മാറി പുറംകടലിലേക്ക് പോകാൻ ഇസ്രായേൽ സൈന്യം അനുവദിക്കില്ല. ഗസയുടെ 3 ഭാഗവും വളഞ്ഞ് ഭക്ഷണം വരുന്നത് തടഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ. അവശേഷിക്കുന്ന കടൽ തീരത്ത് നിന്ന് കിട്ടിയ വസ്തുക്കളുമായി ഭക്ഷണം കണ്ടെത്തുന്ന ഗസക്കാരുടെ അതിജീവന കാഴ്ച ആരെയും അത്ഭുതപ്പെടുത്തും. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.